രോഹിത് ചേട്ടാ, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊട്ടാരക്കരയിൽ കെ.എൻ. ബാലഗോപാലിനെതിരെ മത്സരിച്ച ആർ രശ്മി എന്ന വ്യക്തി അവർ ഇപ്പോൾ ബി.ജെ.പിക്ക് വേണ്ടി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നുള്ള വാർത്തകളാണ് കേൾക്കുന്നത്. അപ്പോൾ കൊട്ടാരക്കരയിൽ കോൺഗ്രസിൽ നിന്ന് കൊഴിഞ്ഞു പോയ ആൾ ബി.ജെ.പിയിൽ മത്സരിക്കുമ്പോൾ അവിടെ തിരിച്ചടി നേരിടാൻ പോകുന്നത് യു.ഡി.എഫിനായിരിക്കുമോ എൽ.ഡി.എഫിനായിരിക്കുമോ? ഈ കൊട്ടാരക്കര വലിയ സർപ്രൈസുകൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു മണ്ഡലമാണ് ഇത്തവണ. അവിടെ കേൾക്കാത്ത പേരുകളൊന്നുമില്ല. അതെ, യു.ഡി.എഫ് സ്ഥാനാർത്ഥിയായി 9ഓളം പേരുടെ പേരുകളാണ് അവിടെ കേട്ടത്. അഖിൽമാരാരടക്കം, സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്ന അഖിൽമാരാരടക്കം, അങ്ങോട്ട് INTUC സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അടക്കം ഒരുപാട് പേർ, പിന്നെ എൻ്റെയൊക്കെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളായ ഒരുപാട് കൊട്ടാരക്കര കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സഹോദരിമാരുടെ ഒക്കെ പേര് കേട്ട മണ്ഡലമാണ് കൊട്ടാരക്കര. അവസാനം കൊടിക്കുന്നിൽ സുരേഷ് MP കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, MP ഇവിടെയുള്ള എല്ലാവരുടെയും പേര് പറയുന്നത് ഞാനും എൻ്റെ പേരൊക്കെ പറയാൻ പോവാണ് എന്ന് തമാശ രൂപേണ പറഞ്ഞ മണ്ഡലമാണ് കൊട്ടാരക്കര. കൊട്ടാരക്കരയിൽ ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞതാണ്, അതായത് ഐഷ പോറ്റിയുടെ UDF പ്രവേശനത്തിന് മുന്നേ തന്നെ ഞാൻ പറഞ്ഞതാണ്, നേഷൻ ഫസ്റ്റിലൂടെ തന്നെ പറഞ്ഞതാണ്, പഴയ ഫീൽഡിൽ അതുണ്ടാവും, കൊട്ടാരക്കരയിൽ ഐഷ പോറ്റി UDF സ്ഥാനാർത്ഥിയാകും എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒരിക്കൽ ഐഷ പോറ്റിയുടെ വീട്ടിലേക്ക് ഒരു ഇൻ്റർവ്യൂവായി ചെന്നത്. അന്ന് ഐഷ പോറ്റി പറഞ്ഞത്, രോഹിത്തെ, അവസരമുണ്ട്, വേണമെങ്കിൽ എനിക്ക് UDF സ്ഥാനാർത്ഥിയാകാം, പക്ഷേ എന്തിനാണ്, ഇനി അതിൻ്റെ ആവശ്യമില്ല, ഞാനൊരു റിട്ടയർമെൻറ്റ് ജീവിതത്തിലേക്കൊക്കെ പോവുകയാണ്, മക്കളുടെ വിവാഹമൊക്കെ കഴിഞ്ഞു, കൊച്ചുമക്കളൊക്കെ ആയി, എനിക്ക് അത്യാവശ്യം കേസുകളുണ്ട്, പിന്നെ ഇന്നലെ വരെ എന്നെ സഖാവേ എന്ന് വിളിച്ച എൻ്റെ സ്നേഹനിധികളായ സഖാക്കന്മാരെ കൊണ്ട് മാറ്റി വിളിപ്പിക്കുന്നതിൻ്റെ ആവശ്യം ഉണ്ടോ എന്നായിരുന്നു ഒരു 6 മാസം മുമ്പ് ഒരു ഐഷ പോറ്റിയുടെ നിലപാട്. എന്നാൽ 6 മാസത്തിനുള്ളിൽ അവഗണനകളുടെ കൊടുമുടിയിലേക്ക് ഐഷ പോറ്റിയെ കൈപിടിച്ചു കൊണ്ടുപോയത് കൊണ്ട് മാത്രമാണ് ഐഷ പോറ്റി UDF ക്യാമ്പിലേക്ക് എത്തിയത്. UDFനെ സംബന്ധിച്ചിടത്തോളം കൊട്ടാരക്കര ഒരു ബാലികേറാമലയെന്നൊന്നും വിളിക്കാൻ പറ്റുന്ന മണ്ഡലമല്ല. UDFിൻ്റെ കയ്യിൽ പതിറ്റാണ്ടുകളോളം ഇരുന്ന കേരള കോൺഗ്രസ് B എന്ന പ്രസ്ഥാനം UDFിനൊപ്പം നിന്നതുകൊണ്ട് മാത്രം കോൺഗ്രസിനകത്ത് സ്ഥാനാർത്ഥി ഇല്ലാതിരുന്ന മണ്ഡലമാണ്. ആർ ബാലകൃഷ്ണപിള്ളയുടെ അഴിമതി കേസിൻ്റെ വിധിയും മകൻ അച്ഛൻ പോരും ഒക്കെ വന്ന സമയത്താണ് ഈ പറയപ്പെടുന്ന ഐഷ പോറ്റി 20 വർഷങ്ങൾക്ക് മുമ്പ് കൊട്ടാരക്കര കേരള രാഷ്ട്രീയത്തിൻ്റെ ഭീഷ്മാചാര്യൻ എന്നറിയപ്പെടുന്ന ആർ ബാലകൃഷ്ണപിള്ളയെ കാലെ പിടിച്ച് നിലത്തടിച്ചുകൊണ്ട് വിജയിച്ച് കയറിയത് നമ്മൾ കണ്ടു. പിന്നീട് ആർ ബാലകൃഷ്ണപിള്ളയുടെ പാർട്ടി പിണറായി വിജയൻ്റെ കാലിൽ കൊണ്ടുപോയി കെട്ടിക്കൊടുത്ത മകൻ ഗണേഷ് കുമാർ, കഴിഞ്ഞ തവണയും അതിന് മുമ്പത്തെ തവണയും ഐഷ പോറ്റിക്ക് വേണ്ടി തന്നെ ഗണേഷ് കുമാർ കഴിഞ്ഞതിന് മുമ്പ് തവണ കേരള കോൺഗ്രസ് B പ്രവർത്തനത്തിലിറങ്ങുന്ന കാഴ്ചയും, അതൊന്നും ഈ കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പുതുമകളല്ലാത്തത് കൊണ്ട് തന്നെ മലയാളി അതിനെയൊക്കെ വലിയ അത്ഭുതമില്ലാതെ സ്വീകരിച്ചു എന്നുള്ളതാണ്. 15 വർഷക്കാലം ഐഷ പോറ്റി കൊട്ടാരക്കരയെ പ്രതിദാനം ചെയ്തു. വെറുതെ അങ്ങ് പ്രതിദാനം ചെയ്തതല്ല, ഓരോ തവണ മത്സരിക്കുമ്പോഴും ഭൂരിപക്ഷം ഇരട്ടിയും ആക്കിക്കൊണ്ടാണ് ഐഷ പോറ്റി കൊട്ടാരക്കരയുടെ ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇനി വെറുതെ വീട്ടിലിരുന്നൊരു സ്ത്രീയെ വിളിച്ചുകൊണ്ടുവന്ന് മത്സരിപ്പിച്ചതുമല്ല പാർട്ടി പറയുന്നത് പോലെ. ഐഷ പോറ്റി പ്രഗത്ഭയായ അഭിഭാഷകയായിരിക്കുമ്പോഴാണ് കൊല്ലം ജില്ലാ പഞ്ചായത്തിലേക്ക് CPM അവരെ പരിഗണിക്കുന്നത്. CPM ജയിക്കാൻ ഒരു സാധ്യതയുമില്ലാത്ത ഡിവിഷനിൽ നിന്ന് ഐഷ പോറ്റി വിജയിക്കുന്നത്, പിന്നീട് ജില്ലാ പഞ്ചായത്തിൻ്റെ അധ്യക്ഷയാകുന്നത്. അത് അവരുടെ ക്വാളിറ്റി കൊണ്ടാണ്, ക്വാളിഫിക്കേഷൻ കൊണ്ടാണ്. CPM MLA ആയിരിക്കെ തന്നെ തൻ്റെ ആരാധനാലയങ്ങളിലും തൻ്റെ ആരാധനയിലും വിശ്വാസത്തിലും ഒക്കെ മുറുകെ പിടിച്ചുകൊണ്ട് എല്ലാ ദിവസവും ക്ഷേത്ര ദർശനം നടത്തുന്ന, രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരെയും സ്നേഹിക്കുന്ന, ചേർത്ത് പിടിക്കുന്ന ഒരു രാഷ്ട്രീയം, വികസനത്തിൻ്റെ രാഷ്ട്രീയം മുന്നോട്ട് വെച്ച നേതാവ് തന്നെയാണ് ഐഷ പോറ്റി. അത് ഏതൊരു കോൺഗ്രസ്സുകാരനും പറയും. ഐഷ പോറ്റിയെക്കുറിച്ചൊരു തെറി പറയാൻ, ഒരു മോശം പറയാൻ, ഒരു വാക്ക് എഴുതാൻ ഒരു കോൺഗ്രസ്സുകാരനോ ഒരു BJP-കാരനോ മുതിർന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ UDF ക്യാമ്പിലേക്ക് ഐഷ പോറ്റി നടന്നു കയറിയതെന്ന് മുതൽ മേഴ്സിക്കുട്ടിയമ്മ അടക്കമുള്ള കൊല്ലത്ത് നിന്നുള്ള CPM-ന്റെ മുതിർന്ന നേതാക്കൾ പറഞ്ഞത് ഐഷ പോറ്റി വർഗവഞ്ചകി എന്ന വാക്കാണ് അവർ ഉപയോഗിച്ചത്. അവരെക്കുറിച്ച് പറയാത്ത വാക്കുകളൊന്നും തന്നെയില്ല. അവർ പറയുന്നത് ഇടതുപക്ഷ സർക്കാരാണ് കൊട്ടാരക്കരയ്ക്ക് ഈ വികസനം കൊടുത്തതെന്ന്. ശരിയാണ്, ആദ്യമായി ഐഷ പോറ്റി ജയിച്ചു ചെല്ലുമ്പോൾ ഇടതുപക്ഷ സർക്കാരാണ്, VS അച്യുതാനന്ദനായിരുന്നു മുഖ്യമന്ത്രി. പിന്നീട് എന്നാൽ ഉമ്മൻചാണ്ടിയായിരുന്നു മുഖ്യമന്ത്രി. VS-ന്റെ കാലത്തും ഉമ്മൻചാണ്ടിയുടെ കാലത്തും കൊട്ടാരക്കരയിൽ അഭൂതപൂർവമായ വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ ഐഷ പോറ്റിക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഐഷ പോറ്റി ഉമ്മൻചാണ്ടിയുടെ ഓർമ്മദിനത്തിൽ അതിൽ പങ്കെടുത്തു. അവർ പറഞ്ഞു, ഞാൻ ഒരാവശ്യവുമായി ഉമ്മൻചാണ്ടിയുടെ അടുത്ത് ചെന്നപ്പോൾ ഒരാവശ്യവും ഞാനൊരു ഇടതുപക്ഷ MLA ആണ് എന്നതിൻ്റെ പേരിൽ മാറ്റി നിർത്തിയിട്ടില്ല. ഞാൻ ചോദിച്ച വികസനങ്ങളും ഫണ്ടുമൊക്കെ ഉമ്മൻചാണ്ടി തന്നിട്ടുണ്ട്. അത്രയും ദീർഘവീക്ഷണയുള്ള ഒരു നേതാവിൻ്റെ ഓർമ്മദിനത്തിൽ എന്നെ ക്ഷണിച്ചാൽ പോവുക എന്നത് എൻ്റെ രാഷ്ട്രീയ ഉത്തരവാദിത്തമാണ്, ഞാൻ പോകും, അതിൽ രാഷ്ട്രീയം കാണേണ്ടതില്ല എന്നായിരുന്നു അവരുടെ മറുപടി. അപ്പോൾ സ്വാഭാവികമായും കഴിഞ്ഞ തവണ 10,000 ശിഷ്ട വോട്ടുകൾക്കാണ് ബാലഗോപാൽ വിജയിച്ചത്. ആ രശ്മി ആയിരുന്നു UDFിൻ്റെ സ്ഥാനാർത്ഥി. അപ്പോൾ ആ രശ്മിയുടെ ട്രാക്ക് എടുക്കുക, അതായത് ഐഷ പോറ്റി ലൈനിൽ ആ രശ്മി വളർന്നു വരും എന്ന് തന്നെയായിരുന്നു കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ, അല്ലെങ്കിൽ കൊടിക്കുന്നിൽ സുരേഷിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു ആർ രശ്മി. ജില്ലാ പഞ്ചായത്തിൽ മികച്ച പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെച്ച
ഒരു വനിത എന്ന നിലയിൽ തന്നെയാണ് ആർ രശ്മിക്ക് അവിടെ സീറ്റ് നൽകിയത്. ആർ രശ്മിക്ക് അവിടെ സീറ്റ് നൽകുമ്പോൾ ഐഷ പോറ്റി പണ്ട് ആർ ബാലകൃഷ്ണപിള്ളയെ മലർത്തിയടിച്ചതുപോലെ കെ എൻ ബാലഗോപാലിനെ ആർ രശ്മിക്ക് മലർത്തിയടിക്കാൻ സാധിക്കും എന്നൊരു വിശ്വാസം ഈ പറയപ്പെടുന്ന UDF ക്യാമ്പിനും കൊടുക്കുന്നൂർ സുരേഷിനും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. ഇനി ആർ രശ്മിക്ക് കഴിഞ്ഞ തവണ മാത്രമല്ല സീറ്റിൽ പരിഗണിച്ചത്, അതിന് മുമ്പത്തെ തവണ, അതായത് ഒന്നാം പിണറായി സർക്കാർ വന്ന ആ സമയത്ത് ഐഷ പോറ്റിക്കെതിരെ ആർ രശ്മിയെ മത്സരിപ്പിക്കാൻ UDF ക്യാമ്പ് ആലോചിച്ചിരുന്നു. ആർ രശ്മിയുടെ പേര് മാധ്യമങ്ങളിൽ വന്നുടനെ മാധ്യമങ്ങൾ ആർ രശ്മിയുടെ ബൈറ്റ് എടുത്തപ്പോൾ ആർ രശ്മിയുടെ പ്രതികരണം തന്നെ ഐഷ പോറ്റിയെ പോലെ ഒരു പ്രഗത്ഭയായ മുന്നിൽ മത്സരിച്ച് ജയിക്കാൻ പാടാണ്, എങ്കിലും പാർട്ടി പറഞ്ഞാൽ മത്സരിക്കും എന്നുള്ളതായിരുന്നു പ്രതികരണം. സ്വാഭാവികമായും ഒരു കോൺഫിഡൻസും ഇല്ലാതെ മത്സര രംഗത്തേക്ക് ആർ രശ്മി വേണ്ട എന്ന് പാർട്ടി അന്ന് തീരുമാനിച്ചതാണ്. അപ്പോൾ അതിനു മുന്നേ പരിഗണിച്ച പേര് തന്നെയാണ് ആർ രശ്മി. കൊടുക്കുന്നൂർ സുരേഷിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും, ചില ആളുകളെങ്കിലും പറയുന്നു ഈ കോൺഗ്രസിലുള്ളവരെ വെട്ടാൻ നടക്കുന്ന നേതാവാണ് എന്നൊക്കെ കൊടുക്കുന്നൂർ സുരേഷിനെതിരെ ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ പ്രസ്ഥാനത്തിനൊപ്പം നിൽക്കുന്നവർക്ക് അർഹിക്കുന്ന പരിഗണന കൊടുക്കുന്ന നേതാവ് തന്നെയാണ് കൊടുക്കുന്നൂർ സുരേഷ് എന്നതിൻ്റെ ഉത്തമമായ തെളിവായിരുന്നു കഴിഞ്ഞ തവണത്തെ ഐഷ പോറ്റിയുടെ ആർ രശ്മിയുടെ സ്ഥാനാർത്ഥിത്വം. പല പേരുകൾ ഉയർന്നു കേട്ടെങ്കിലും വിജയ സാധ്യത ആർ രശ്മിക്കാണ്. സ്ത്രീ മനസ്സുകളിൽ കൂടുതൽ വോട്ട് നേടാൻ സാധിക്കുമെന്ന പരിഗണന തന്നെയാണ് ആർ രശ്മിക്ക് നൽകിയത്. കൊട്ടാരക്കരയിൽ ഒട്ടനവധി പേരുകൾ ഇത്തവണ ഉയർന്നു കേട്ടപ്പോൾ കൊടുക്കുന്നൂർ സുരേഷ് MPയോട് എനിക്കുള്ള വ്യക്തിബന്ധത്തിൻ്റെ പുറത്തോ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ രാഷ്ട്രീയ പ്രവർത്തകനോട് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം കൊണ്ടും ഞാൻ അദ്ദേഹവുമായി സംസാരിച്ചു. ഞാൻ ചോദിച്ചു, MP 8-9 പേരുകൾ കേൾക്കുന്നു, നമുക്ക് പ്രിയപ്പെട്ട പലരുടെയും പേരുകൾ കേൾക്കുന്നു, ഒരു വാർത്ത ചെയ്യുമ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ കാര്യമുണ്ടാകണം, അതുകൊണ്ട് ചോദിക്കുകയാണ് ആരായിരിക്കും കൊട്ടാരക്കരയിൽ UDFന്റെ സ്ഥാനാർത്ഥി? ഐഷ പോറ്റിയുടെ UDFിലേക്കുള്ള വരവിന് മുമ്പാണ്. അപ്പോൾ കൊടുക്കുന്നൂർ സുരേഷ് MP എന്നോട് വ്യക്തിപരമായി പറഞ്ഞത്, ഫോണിൽ പറഞ്ഞത്, കഴിഞ്ഞ തവണ ഈ പറയപ്പെടുന്ന ബാലഗോപാൽ അവിടെ മത്സരിക്കുമ്പോൾ ബാലഗോപാൽ വെറുമൊരു ബാലഗോപാലായിരുന്നു, ഒരു എക്സ് രാജ്യസഭാ MP, ഒരു ഇലക്ഷന് പോലും വിജയിച്ചിട്ടില്ലാത്ത, ജനാധിപത്യ പ്രക്രിയയിൽ പരാജയപ്പെട്ടിട്ടുള്ള, കൊട്ടാരക്കരക്കാരനല്ലാത്ത ഒരു എക്സ് MP ആയിരുന്നു. ആ എക്സ് MPയെ നേരിടാൻ നമുക്കൊരു സാധാരണക്കാരിയായ ഒരാൾ വേണമായിരുന്നു. നമ്മൾ ആർ രശ്മിയെ പരിഗണിച്ചു. വലിയ മത്സരം നടന്നു. എന്തായാലും ഐഷ പോറ്റി സഹായിച്ചത് കൊണ്ട് തന്നെയാണ് അന്ന് ബാലഗോപാൽ 10,000 വോട്ടുകൾക്ക് വിജയിച്ചത്. പക്ഷെ ഇത്തവണ അവസ്ഥ അതല്ല രോഹിത്തെ. കൊടുക്കുന്നൂർ സുരേഷ് പറയാണ്, കേരള സർക്കാരിൻ്റെ പിണറായി വിജയൻ കഴിഞ്ഞാൽ 2ാം സ്ഥാനക്കാരനാണ് ഇന്ന് KN ബാലഗോപാൽ. സംസ്ഥാനത്തിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയാണ്. സ്വാഭാവികമായും ഒരു വികസനവും ഇവിടെ നടന്നിട്ടില്ലെങ്കിൽ പോലും അവസാന ബഡ്ജറ്റുകളിലൊക്കെ വലിയ വാഗ്ദാനങ്ങളുമായി അവർ വരും. അപ്പോൾ KN ബാലഗോപാലിനെ പരാജയപ്പെടുത്തണമെങ്കിൽ ശക്തമായ ഒരു സ്ഥാനാർത്ഥി കൊട്ടാരക്കരയിൽ ഉണ്ടാകണം. ഞാനത് കൃത്യമായി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. നേതൃത്വം ഒരു പേര് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ ഇവിടെയുള്ള ലോക്കൽ നേതൃത്വവും ഓക്കെയാണ്. നേതൃത്വം നിശ്ചയിക്കട്ടെ. ഇതായിരുന്നു കൊടുക്കുന്നൂർ സുരേഷിൻ്റെ മറുപടി. അപ്പോൾ ഞാൻ അന്ന് അദ്ദേഹത്തോട് ചോദിച്ചു, സർ, MP ഐഷ പോറ്റിയുടെ UDFിലേക്കുള്ള പ്രവേശനം സാധ്യമാകുമോ? സംസാരിക്കുന്നുണ്ട്, ഒരു വാക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ തമാശ രൂപേണ ചോദിച്ചു, അവർ വന്നാൽ MPക്ക് ഇഷ്ടപ്പെടില്ല എന്നാണ് പൊതുവിലും പുറത്തുള്ളവർ പറയുന്നത്. അവർ വന്നാൽ അവരെ മുന്നിൽ നിന്ന് സ്വീകരിക്കാൻ പോകുന്നതും അവരുടെ ഇലക്ഷൻ ക്യാമ്പയിൻ നയിക്കാൻ പോകുന്നതും നമ്മളായിരിക്കും രോഹിത്. അദ്ദേഹം പറഞ്ഞ വാചകം നമ്മളായിരിക്കും രോഹിത്. അദ്ദേഹം കാരണം കൊട്ടാരക്കര സീറ്റ് തിരിച്ചു പിടിക്കുക എന്നത് കൊടുക്കുന്നൂർ സുരേഷ് ഒരു വാശി പോലെ മുന്നിൽ വെച്ചിരുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായി ഐഷ പോറ്റിയുമായി നേതൃത്വം ചർച്ച നടത്തുന്നു. കൊടുക്കുന്നൂർ സുരേഷിൻ്റെ നേതൃത്വം ചർച്ച നടത്തുന്നു. ഐഷ പോറ്റി UDFിലേക്ക് കടന്നു വരുന്നു. 15 വർഷക്കാലം MLA ആയിരുന്ന ഒരാൾ CPM വിട്ട് വരുമ്പോൾ അയാൾക്ക് ആ സീറ്റ് കൊടുക്കുക എന്നത് രാഷ്ട്രീയ മര്യാദയാണ്. ഇനി ആർ രശ്മി കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് പോയാലും CPM ഐഷ പോറ്റിയെ പോലെ ആക്ഷേപിച്ചതുപോലെ ആർ രശ്മിയെ ആക്ഷേപിക്കാൻ ഒരു കോൺഗ്രസ് പ്രവർത്തകരും അവിടെ മുതിരില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ സ്വാഭാവികമായും ആർ രശ്മി മനസ്സിലാക്കേണ്ടത്, ആർ രശ്മിക്ക് ഈ ഐഷ പോറ്റിയെക്കുറിച്ച് CPMകാർ പറയുന്നത് പോലെ ജില്ലാ പഞ്ചായത്ത് മെമ്പറാക്കിയതും സീറ്റ് കൊടുത്തതും ഒക്കെ കോൺഗ്രസ് പാർട്ടിയാണ്. കഴിഞ്ഞ തവണ അവിടെ വിജയിക്കാൻ സാധിക്കില്ല. അത് ആർ രശ്മി അല്ല പരാജയപ്പെട്ടത്, പാർട്ടിയാണ് പരാജയപ്പെട്ടത്. പക്ഷേ ഐഷ പോറ്റിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ഐഷ പോറ്റിക്ക് CPM ഏൽപ്പിച്ച സകല ഉത്തരവാദിത്തങ്ങളും 100% വിജയിച്ചു വന്ന ഒരാളെയാണ് തഴഞ്ഞു മാറ്റിയത്, അല്ലേ? വിജയസാധ്യത മാത്രമാണ് ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പ്രസ്ഥാനം അല്ലെങ്കിൽ UDF എന്ന് പറയുന്ന പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്നതെങ്കിൽ അവർ ഐഷ പോറ്റിയെയും ആർ രശ്മിയെയും ഉയർന്നു കേട്ട മറ്റേത് പേരുകാരനെയും താരതമ്യം ചെയ്യുമ്പോൾ അതിൽ വിജയസാധ്യതയുള്ളത് ഐഷ പോറ്റിക്ക് തന്നെയാണ്. 10,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ തുടർത്തി 50,000 പിണറായി വിജയനേക്കാൾ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വന്ന വനിതാ നേതാവിന്റെ പേരാണ് ഐഷ പോറ്റി എന്നുള്ളത്. അപ്പോൾ മേഘനോട് ചോദിച്ച ചോദ്യം, ആർ രശ്മിയുടെ BJP പ്രവേശനം ഇടതുപക്ഷത്തിന് കുഴപ്പം ചെയ്യുമോ കോൺഗ്രസിന് കുഴപ്പം ചെയ്യുമോ എന്നുള്ളതാണ്. സ്വാഭാവികമായും ഒരുപാട് വർഷക്കാലം ജില്ലാ പഞ്ചായത്ത് മെമ്പറും രാഷ്ട്രീയ പ്രവർത്തകയുമായിരുന്ന ആർ രശ്മിക്ക് കോൺഗ്രസ് പാർട്ടിക്കുള്ളിലും കോൺഗ്രസ് വിശ്വാസികൾക്കിടയിലും ഒക്കെ ഒരു സ്വാധീനമുണ്ടാകും. ആ വോട്ടുകൾ BJPയിലേക്ക് പോകുമെന്ന കാര്യത്തിൽ
ബി ജെ പിയിലേക്കല്ല, ആർ രശ്മിക്ക് വ്യക്തിപരമായി കിട്ടും. ഒരു വീട്ടിൽ 4 വോട്ടുണ്ടെങ്കിൽ ആ 4 വോട്ടും കഴിഞ്ഞ തവണ ആർ രശ്മിക്ക് കിട്ടിയതാണെങ്കിൽ ചിലപ്പോൾ ഒറ്റ വോട്ടുകൾ ആർ രശ്മിക്ക് കിട്ടാനുള്ള സാധ്യതകളുണ്ട്. പക്ഷെ അവിടെയും പ്രശ്നമുണ്ട്. മത്സരിക്കുന്നത് ഐഷ പോറ്റിയാണ് ഇപ്പുറത്ത്. ഐഷ പോറ്റി ഞാൻ ആദ്യമേ പറഞ്ഞു, ഇടതുപക്ഷക്കാരനും വലതുപക്ഷക്കാരനും ബി ജെ പിക്കാരനും ഒരുപോലെ താല്പര്യമുള്ളൊരു നേതാവിൻ്റെ പേരാണ് ഐഷ പോറ്റി. ഇവരെ മത്സരിപ്പിക്കുമ്പോൾ ബി ജെ പിക്കാരെന്താ വിചാരിക്കാം, അവർ പാർട്ടിക്കാരെന്നുള്ളല്ലോ, ഇന്നലെ ഇങ്ങോട്ട് വന്നതല്ലേ, അവരോട് ബി ജെ പിക്കാർക്ക് ഏതാണ്ട് കമ്മിറ്റ്മെന്റ് ഉണ്ടോ? എന്തായാലും അവർ വിജയിച്ച് MLA ആകാൻ പോകുന്നില്ല. എന്നാൽ പിന്നെ ഈ ബാലഗോപാൽ ജയിക്കേണ്ട, ഐഷ പോറ്റി ജയിച്ചോട്ടെ എന്ന് കരുതി ഐഷ പോറ്റിക്ക് വോട്ട് ചെയ്യുന്ന ബി ജെ പിക്കാരുടെ എണ്ണം കൊട്ടാരക്കരയിൽ ചുരുക്കമായിരിക്കില്ല. ഇടതുപക്ഷത്തു നിന്നാണ് ഐഷ പോറ്റി വരുന്നത്. 50,000 ശിഷ്ട വോട്ടിന്റെ ഭൂരിപക്ഷം പിടിച്ച ആളാ. അതിലൊരു പകുതി വോട്ട് ഐഷ പോറ്റി ഇടതുപക്ഷത്ത് നിന്ന് പിടിച്ചാൽ അതിന്റെ പ്രയോജനം ആർക്കാ? ഇനി കളി ഇവിടെയെങ്ങുമല്ല. ഞാൻ തന്നെ ഈ ഒരു ചർച്ചയിൽ പറഞ്ഞു, കൊട്ടാരക്കരയിൽ BJP വലിയ കളി കളിക്കും. കാരണം ഈ BJP CPM ബാന്ധവം സംസ്ഥാനത്തുടനീളം നിൽക്കുന്നതിനും അപ്പുറത്തേക്ക് ഈ കൊട്ടാരക്കരയിലുണ്ട്. 5 വർഷങ്ങൾക്ക് മുമ്പ് KN ബാലഗോപാൽ മത്സരിക്കാൻ വരുമ്പോൾ അവിടെ BJP സ്ഥാനാർത്ഥിയായി വരുമെന്ന് പറഞ്ഞു കേട്ട പേര് അന്നത്തെ BJPയുടെ കരുത്തനായ നേതാവ് സന്ദീപ് വാര്യരുടേതായിരുന്നു. KN ബാലഗോപാലിന്റെ പേര് കേൾക്കുന്നതിന് മുമ്പ് വരെ സന്ദീപ് വാര്യർ കൊട്ടാരക്കരയിൽ മത്സരിക്കും, ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ വന്നപ്പോഴാണ് KN ബാലഗോപാൽ കൊട്ടാരക്കരയിൽ മത്സരിക്കുമെന്ന ഇത് വരുന്നു. പെട്ടെന്ന് സന്ദീപ് വാര്യർക്ക് BJP പാർട്ടി അവിടെ സീറ്റ് കൊടുത്തില്ല. സന്ദീപിന് ഒറ്റപ്പാലത്തേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായി. അവിടെ കാലങ്ങളായി മത്സരിച്ച് പരാജയപ്പെടുന്ന വൈക്കൽ സോമൻ എന്ന BJPയുടെ പ്രാദേശിക നേതാവിനാണ് സീറ്റ് കൊടുത്തത്. അതൊരു സെറ്റിൽമെന്റിന്റെ ഭാഗമാണ്. അത് നേതൃത്വങ്ങൾ തമ്മിൽ അറിഞ്ഞിട്ടല്ല, KN ബാലഗോപാലിന്റെ കുടുംബവും BJP നേതൃത്വവും അറിഞ്ഞിട്ടുള്ള സെറ്റിൽമെന്റാണ്. കാരണം KN ബാലഗോപാലിന്റെ ജ്യേഷ്ഠൻ ആരാണ് എന്ന് ഒന്ന് ഞാൻ ആ വ്യക്തിപരമായ പരാമർശത്തിലേക്ക് പോകുന്നില്ല, ഒന്ന് തിരക്കിയാൽ ആളുകൾക്ക് കൃത്യമായി മനസ്സിലാകും. പത്തനംതിട്ട കൊല്ലം മേഖലയിലെ കോറി മാഫിയകളെ നിയന്ത്രിക്കുന്ന, കൺസ്ട്രക്ഷൻ മാഫിയകളെ നിയന്ത്രിക്കുന്ന, NSSൽ അത്രത്തോളം ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്ന, പാർട്ടി രാഷ്ട്രീയ ബന്ധങ്ങളിൽ 3 പാർട്ടിയിലും ഒരുപോലെ ഇൻഫ്ലുവൻസ് ഉള്ള, എത്ര കോടി വേണമെങ്കിലും മുടക്കാൻ തയ്യാറായിട്ടുള്ള ഒരു കുടുംബമാണ് KN ബാലഗോപാലിൻ്റേത്. ആരും വിചാരിക്കുന്നത് പോലെ, പിണറായി വിജയൻ പറയുന്നത് പോലെ രാവിലെ റൊട്ടി ഉണ്ടാക്കി തന്നു വിടുന്ന അമ്മയുള്ള കുടുംബമൊന്നുമല്ല. മുണ്ട് മുറുക്കി കൊടുക്കുന്ന കുടുംബവുമല്ല. കോടികൾ കൊണ്ട് അമ്മാനമാടുന്ന ഈ KN ബാലഗോപാൽ കൊല്ലം ജില്ലാ സെക്രട്ടറി ആയിട്ടിരുന്ന സമയത്ത് കൊല്ലം ജില്ലയിൽ ഒരു ക്രഷറിക്ക് അനുവാദം കിട്ടിയിരുന്നു. പാറക്കോറികൾക്ക് അനുവാദമില്ലായിരുന്നു. കാരണം തൊട്ടപ്പുറത്തെ പത്തനംതിട്ടയിൽ നിന്ന് പാറ കൊല്ലത്തേക്ക് കൊണ്ടുവരണമായിരുന്നു. 3200 രൂപയ്ക്ക് 150 അടി മസ്തയിൽ വന്നുകൊണ്ടിരുന്ന പാറയ്ക്ക് CPMന്റെ ജില്ലാ സെക്രട്ടറിയായി KN ബാലഗോപാൽ വന്നതിന് ശേഷം 7500 രൂപയായി മാറിയത് അന്നത്തെ കൺസ്ട്രക്ഷൻ തൊഴിലാളികളും കരാറുകാരും അന്ന് വീട് പണിഞ്ഞവരും മറക്കില്ല. കാരണം അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ്റെതാണ് കൊല്ലം ജില്ലയുമായി അതിർത്തി പങ്കിടുന്ന പാറക്കോറികളിൽ പലതും എന്നുള്ളത് കൊണ്ട് തന്നെ CPM എതിർത്താൽ സർക്കാരിന് പെർമിഷൻ കൊടുക്കാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായും BJP അവിടെ പർച്ചേസ് ചെയ്യപ്പെടും. BJP പർച്ചേസ് ചെയ്യുമ്പോൾ ഒന്നുകിൽ അവിടെ ഞാൻ പ്രതീക്ഷിച്ചത് അവിടെ കരുത്തില്ലാത്ത ദുർബലനായ ഒരു സ്ഥാനാർത്ഥിയാണ് BJPക്ക് പ്രതീക്ഷിച്ചത്. പക്ഷേ UDF ക്യാമ്പിൽ സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഇവർ വിചാരിക്കുന്ന ആർ രശ്മിയെയാണ് അവിടെ സ്ഥാനാർത്ഥിയാക്കുന്നത്. ഇനി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരാൾ വന്നു കയറിയാൽ 2 കൈ നീട്ടി സ്വീകരിക്കും, എടുത്തുകൊണ്ട് നടക്കും. ഒരാൾ പോയാൽ ആ വോട്ടുകൾ അങ്ങോട്ട് പോകാനുള്ള സാധ്യതകളൊക്കെ വളരെ കുറവാണ്. സന്ദീപ് വാര്യർ വന്നപ്പോഴും ഐഷ പോറ്റി വന്നപ്പോഴും ഒക്കെ, പണ്ട് സെൽവരാജ് വന്നപ്പോഴും ഒക്കെ കോൺഗ്രസ് അങ്ങനെയാണ് സ്വീകരിച്ചത്. എന്നാൽ കോൺഗ്രസ് വിട്ട് മറ്റിടത്തേക്ക് പോകുമ്പോൾ കുറേ വോട്ടുകൾ കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ പാലക്കാട് സരിനെ ഇറക്കിയ അവസ്ഥയാകും കൊട്ടാരക്കരയിൽ രശ്മിയെ BJP ഇറക്കുന്നതുകൊണ്ട്. അതുകൊണ്ട് കണക്ക് കൂട്ടുന്ന CPM ആ വോട്ടുകളുടെ വിള്ളലിൽ CPMന് KN ബാലഗോപാലിന് വിജയിക്കാമെന്ന് CPM കണക്ക് കൂട്ടിയാൽ അത് മിഥ്യാധാരണയായി പോകും എന്നുള്ളതാണ്. ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ BJPക്ക് കിട്ടേണ്ടുന്ന കുറച്ച് വോട്ടുകൾ കൂടി UDFൽ ഐഷ പോറ്റിക്ക് ലഭിക്കാൻ പോവുകയാണ് സംഭവിക്കുന്നത്. അപ്പോൾ ആർ രശ്മി ഞാൻ കുറ്റം പറയുകയല്ല. ആർ രശ്മി ഒരു നല്ല സ്ത്രീയാണ്, നല്ല രാഷ്ട്രീയ പ്രവർത്തകയാണ്. നേതാവെന്നൊന്നും ഞാൻ പറയില്ല, നല്ല രാഷ്ട്രീയ പ്രവർത്തകയായിട്ടുള്ള സൗമ്യമുഖമുള്ള ഒരാളാണ്. പക്ഷേ എന്തിനാണ് അവരിപ്പോൾ BJPയിലേക്ക് പോയത് എന്ന് മനസ്സിലാകുന്നില്ല. ഐഷ പോറ്റിക്ക് പറയാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ഒരിക്കൽ സീറ്റ് കിട്ടിയെന്ന് വിചാരിച്ച് അടുത്ത തവണയും ആ സീറ്റ് അവർക്ക് തന്നെ കൊടുക്കണമെന്ന് എന്തെങ്കിലും നിർബന്ധം രാഷ്ട്രീയ ഭൂപടത്തിൽ, രാഷ്ട്രീയ ചരിത്രത്തിലുണ്ടോ? ഇല്ല. ഒരുപാട് പേർ അവസരങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. 1ാം തവണയല്ല, 2 തവണയാണ് അവരെ പരിഗണിച്ചത്. ആദ്യ തവണ അവരുടെ ചാനലുകൾക്ക് മുന്നിലുള്ള പെർഫോമൻസ് മോശമായതുകൊണ്ട് മാത്രം അവസരം ലഭിച്ചില്ല. 2ാമത് അവസരം ലഭിച്ചു, പരാജയപ്പെട്ടു. സ്വാഭാവികമായും അവർക്ക് ഒരുപാട് അവസരങ്ങൾ ഇനിയും വരും. അധികം പ്രായമൊന്നും ആയിട്ടില്ല. ഐഷ പോറ്റിയെ പോലെ ഒരാൾ വരുമ്പോൾ അവർക്ക് ആ സീറ്റ് കൊടുക്കുക എന്നത് രാഷ്ട്രീയ മര്യാദയാണ്. അതാണ് കോൺഗ്രസ് ചെയ്തിട്ടുള്ളത്. ആർ രശ്മിയുടെ BJP പ്രവേശനം ഒരു വിധത്തിലും ഐഷ പോറ്റിയുടെ വിജയത്തിനെ ബാധിക്കുന്ന ഘടകമായിരിക്കില്ല.